പ്രിയപ്പെട്ടവരെ, 2026 ജനുവരി മാസം 1-ാം തീയതി തൊട്ട് 2026 ഡിസംബർ മാസം 31-ാം തീയതി വരെ ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എപ്രകാരമായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് ഞാനിവിടെ നൽകാൻ ശ്രമിക്കുന്നത്. ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാനും ദോഷങ്ങൾ മാറ്റിയെടുക്കാനും എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. 2026 വർഷത്തെ ഒരു മികച്ച വർഷമാക്കി ആസൂത്രണം ചെയ്യാൻ നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന തരത്തിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രമിക്കുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ വാട്സപ്പ് ചാനൽ ബാറിൽ RJ അയ്യർ ഹരിചന്ദ്ര മഠം എന്ന് ടൈപ്പ് ചെയ്താലും ആ ചാനലിൽ എത്തിച്ചേരാം, ജോയിൻ ചെയ്യാം. ഇതിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ നിത്യേന രാവിലെ നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭ്യമാവുകയും ചെയ്യും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഒരു മാസത്തേക്ക് പങ്കെടുപ്പിക്കുന്നതാണ്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി. പക്ഷേ അതിനായിട്ട് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കുമല്ലോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. 2026 വർഷം ആരോഗ്യപരമായി ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് കുറച്ച് പ്രയാസങ്ങൾ നേരിടേണ്ടുന്ന കാലഘട്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല മുൻകരുതലുകൾ വേണ്ടുന്നതാണ്. പ്രധാനമായിട്ടും ജീവിതശൈലി രോഗങ്ങൾ മൂർച്ഛിച്ചു വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളുള്ളവർ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. മാത്രമല്ല മോശപ്പെട്ട ശീലങ്ങൾ പിന്തുടരുന്നത് മൂലം അത് നിമിത്തമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ജീവിതശൈലിയെ നന്നായിട്ട് ബാധിക്കാമെന്നും കാണിക്കുന്നുണ്ട്. മാത്രമല്ല അതിസാഹസികരമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒഴുക്ക് വെള്ളത്തില്, മലമുകളിൽ നിന്നുള്ള ജമ്പിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. വാഹനയാത്രയിലും കുറച്ചുകൂടി കരുതൽ വേണം. അലക്ഷ്യമായിട്ടോ അല്ലെങ്കിൽ ഓവർ സ്പീഡായിട്ടുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. വർഷത്തിന്റെ മധ്യഭാഗത്ത് ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്ന പുതിയ വ്യായാമ ശീലങ്ങളൊക്കെ ആരംഭിക്കും. മാത്രമല്ല ജീവിതത്തോട് കുറച്ചുകൂടി ഉത്തരവാദിത്വപരമായിട്ടുള്ള സമീപനങ്ങളൊക്കെ നടത്തുന്നത് ജീവിത പുരോഗതിക്ക് കാരണമാകും എന്നുള്ളൊരു ഗുണവശവും കൂടി ഈ വർഷം വന്നു ചേരുന്നതാണ്. കുറച്ചുകൂടി ശ്രദ്ധ പുലർത്താമെങ്കിൽ വർഷാദ്യം തൊട്ട് തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി നമ്മുടെ ആരോഗ്യത്തെ കുറച്ചുകൂടി ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ്. എങ്കിലും ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ശരീരത്തിൽ കാണുമ്പോൾ അത് കൃത്യമായി ടെസ്റ്റ് ചെയ്ത് അത് രോഗകാരിയല്ല, അപകടകാരിയല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ വർഷ കാലയളവിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ധനപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ചിലവ് വർദ്ധിക്കുന്ന കാലയളവാണെങ്കിലും പുതിയ ചില പദ്ധതികളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. ജോലിയിൽ ചില ഉലച്ചിലുകൾ സംഭവിക്കാമെങ്കിലും പുതിയ മാർഗത്തിലൂടെ നിങ്ങൾക്ക് ആ രംഗത്ത് പിടിച്ചേൽക്കാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ മുന്നിൽ വന്ന് തെളിയുന്നതാണ്. പരീക്ഷകളിൽ വിജയം നേടിയെടുക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അലസമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവർക്ക് കാലം ഗുണകരമായിരിക്കില്ല. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രകൾക്കുള്ള അവസരമുണ്ട്. പക്ഷെ തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുന്നവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം. പണം കൊടുത്തിട്ട് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം. കുടുംബപരമായിട്ട് നോക്കുമ്പോൾ കുടുംബത്തിനകത്തുണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതാണ്. കുടുംബത്തിനകത്ത് മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. പുതിയ വീട് വെക്കാനോ പുതിയ വാഹനം മേടിക്കാനൊക്കെ ഉള്ള യോഗം കാണിക്കുന്നുണ്ട്. കുറെ കാലമായിട്ട് കരുതിയിരുന്ന ചില സ്ഥലങ്ങളിലേക്കൊക്കെ കുടുംബാംഗങ്ങളുമൊത്ത് സഞ്ചരിക്കാനുള്ള അവസരം വരും. വീട്ടില് പ്രായം ചെന്ന് നിൽക്കുന്നവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിന്റെ സ്വസ്ഥത കുറയ്ക്കും എന്ന് കാണുന്നുണ്ട്. ധനസ്ഥിതിയെ മെച്ചപ്പെടുത്താനുള്ള ഒട്ടേറെ മാർഗങ്ങൾ ഈ വർഷ കാലയളവിൽ ആരംഭിക്കും. പുതിയ പദ്ധതികളിലൂടെ പാസീവ് ഇൻകം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് ഗുണകരമായിട്ടുള്ള കാലയളവാണ്. പുതിയ വിദ്യാഭ്യാസ മേഖലകളിൽ ചെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. ഉന്നത വിദ്യാഭ്യാസത്തിന് ഗുണകരമായിട്ടുള്ള കാലയളവാണ്.
പക്ഷെ മൊബൈൽ ഫോൺ അത്യാധി കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മുടെ പഠന നിലവാരത്തെ സാരമായി ബാധിക്കുന്നതിന് കാരണമാകുമെന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഓരോ മാസത്തെയും പ്രത്യേകതകളിലേക്ക് വരാം. ജനുവരി മാസത്തിൽ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ കഴിയുന്നതാണ്. ദന്തരോഗങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. വീട് പണി, പുതിയ തൊഴിലിടങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പുതിയ കർമ്മങ്ങൾ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നതാണ്. ഫെബ്രുവരി മാസത്തിൽ വേണ്ടപ്പെട്ട ചില വ്യക്തികളെ കണ്ടുമുട്ടുകയും അവരിൽ നിന്ന് വിലപ്പെട്ട ചില അറിവുകൾ സമ്പാദിക്കുകയും ചെയ്യുന്നതാണ്. വയറുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ഉണ്ടായി വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഭക്ഷണക്രമത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പാലിക്കേണ്ടതാണ്. കുടുംബജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള ചില പരാമർശങ്ങൾ മൂലം അസ്വസ്ഥതകൾ ഉണ്ടായി വരും. വഴിതർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രമ്യതയിൽ കലാശിക്കുന്നതാണ്. ആരോഗ്യ മേഖലയിൽ പുതിയ ചുവടുവയ്പ്പുകൾ നടത്തുന്നതാണ്. മാർച്ച് മാസത്തിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതാണ്. ക്ഷേത്ര ദർശനം ഈ കാലയളവിൽ പതിവായി ചെയ്യുന്നതാണ്. പുതിയ ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരുന്നതാണ്. പുതിയ സൗഹൃദങ്ങൾ ലഭ്യമാകുന്നതാണ്. കുടുംബത്തിനകത്ത് മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ തിരിച്ചടവുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഉണ്ടായി വരുന്നതാണ്. സർക്കാർ തലത്തിൽ നിന്നുള്ള ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അലർജി രോഗങ്ങളുള്ളവർ കുറച്ചുകൂടി കരുതൽ കാണിക്കണം. യാത്രകൾ പോകാനുള്ള അവസരം ലഭ്യമാകുന്നതാണ്. പുഴവെള്ളത്തിലുള്ള വിനോദങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. മെയ് മാസത്തിൽ ഉത്തരവാദിത്ത കുറവ് കാണിക്കുന്നത് മൂലം തൊഴിലിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായി വരുന്നതാണ്. വിദേശത്ത് പഠനവുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മറ്റൊരാളുടെ ഇടപെടൽ മൂലം നേരിയ കല്ലുകടികൾ ഉണ്ടായി വരാം. വിദ്യാഭ്യാസ ഗുണത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകൾ ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ്. ജൂൺ മാസത്തിൽ പുതിയ സംരംഭങ്ങളിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ്. സമൂഹത്തിൽ അറിയപ്പെടുന്ന ചില സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. സ്വപ്രയത്നം കൊണ്ട് പല കാര്യങ്ങളും കരഗതമാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. ബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ ഈ കാലയളവിൽ തുടങ്ങുന്നതാണ്. ജൂലൈ മാസത്തിൽ പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഭൂമി ലാഭം ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ്. വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അമാന്തമുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ശ്രദ്ധ വേണ്ടതാണ്. കണ്ണുകളുമായി ബന്ധപ്പെട്ട നേരിയ രോഗങ്ങൾ ഇക്കാലയളവിൽ ഉണ്ടായി വരാം. ജൂലൈ മാസത്തിൽ ഉത്തരവാദിത്ത രാഹിത്യം മൂലം ചില ധനപരമായിട്ടുള്ള പ്രയാസങ്ങൾ വന്നു ചേരാം. വാഹനങ്ങൾക്ക് യന്ത്ര തകരാർ വന്നുകൂടാൻ സാധ്യതയുണ്ട്. ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്ന കാലഘട്ടമായിരിക്കും. ടെക്സ്റ്റൈൽസ്, ആക്രി വ്യാപാരം, ഇൻഡസ്ട്രിയൽ മേഖല തുടങ്ങിയവയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം ഉണ്ടായി വരുന്നതാണ്. ഓഗസ്റ്റ് മാസത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മേടിക്കാനുള്ള യോഗമുണ്ട്. പുതിയ സംരംഭങ്ങളിൽ നേരിയ തിരിച്ചടി ഉണ്ടായി വന്നേക്കാം. കുടുംബത്തിനകത്ത് അനാവശ്യമായിട്ടുള്ള വാക്പ്രയോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സമ്മാനാദികൾ ലഭ്യമാകാൻ സാധ്യത കാണുന്നുണ്ട്. മാസാവസാന വാരം നേരിയ ഉത്കണ്ഠകൾക്ക് കാരണമായ വിഷയങ്ങൾ ഉണ്ടായി വരുന്നതാണ്. സെപ്റ്റംബർ മാസത്തിൽ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട്. കരസേന, പോലീസ് മുതലായവയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടായി വരാം. വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നതാണ്. പുതിയ അടവ് നയങ്ങളിലൂടെ സമൂഹത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഏറ്റെടുത്ത പദ്ധതികളിൽ അലംഭാവം മൂലം നേരിയ പ്രയാസം മാസാവസാന വാരം ഉണ്ടായി വന്നേക്കാം. ഒക്ടോബർ മാസത്തിൽ പുതിയ ബന്ധങ്ങൾ വഴി നേട്ടമുണ്ടാക്കുന്ന കാലയളവായിരിക്കും. പുതിയ കോഴ്സുകളൊക്കെ പഠിക്കാൻ കഴിയുന്നതാണ്. ആത്മീയമായ ഉണർവ് പ്രകാശിപ്പിക്കുന്ന ഒരു കാലയളവായിരിക്കും ഇത്. ബന്ധുക്കൾക്കിടയിൽ നിന്നുണ്ടാകുന്ന ചില അരോചകമായ സംസാരങ്ങൾ മനസ്സിന് തൃപ്തിയില്ലായ്മ സൃഷ്ടിക്കുന്നതാണ്. സമ്മാനാദികൾ ലഭ്യമാകാൻ സാധ്യതയുള്ള കാലഘട്ടം കൂടിയാണ് ഇത്. നവംബർ മാസത്തിൽ എഴുത്ത് പരീക്ഷകളിൽ നേട്ടമുണ്ടാക്കുന്ന കാലയളവായിരിക്കും. പുതിയ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ്. അമിതമായ ചൂടുള്ള ആഹാരങ്ങൾ ഈ ഒരു കാലയളവിൽ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. പുതിയ പ്രവർത്തനത്തിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ്. ഡിസംബർ മാസത്തിൽ അധ്യാപക, അഡ്വൈസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭ്യമാകുന്നതാണ്. സിനിമ, സാഹിത്യ മേഖലയിൽ ശോഭിക്കാൻ കഴിയുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന വീട് പണി പൂർത്തീകരിക്കാൻ അവസരം വന്നു കിട്ടുന്നതാണ്. ബാധ്യതകൾ കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള പുതിയ നീക്കങ്ങൾ വിജയിക്കുന്നതാണ്. ദീർഘദൂരത്തുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനും ഈ കാലയളവിൽ യോഗമുണ്ട്. 2026 പൊതുഫലങ്ങളാണ് ഈ കേട്ടത്. ഇതിന്റെ ദോഷങ്ങൾ കുറച്ചുകൊണ്ടുവരാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനുമുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ കൂടി നൽകുന്നു. വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം കദളിപ്പഴം നിവേദിക്കുക. ഒപ്പം തുളസിമാല ചാർത്തുന്നതും ഈ കാലയളവിൽ നല്ലതായിരിക്കും. ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം ജലധാര, പിൻവിളക്ക് ഇവ കഴിപ്പിക്കുക. മഹാമൃത്യുഞ്ജയ യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക. വനദുർഗാദേവിക്ക് നവമി ദിവസം ചുവന്ന പട്ട് സമർപ്പണം ചെയ്യുക. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങളിൽ സന്ദർശനം നടത്താൻ ശ്രമിക്കുക. ഇവയൊക്കെ 2026
ഗുണങ്ങളെ വർദ്ധിപ്പിക്കുകയും ദോഷങ്ങളെ തരണം ചെയ്യാൻ കാരണമാക്കുകയും ചെയ്യും. നിങ്ങളുടെ ജാതകത്തിനെ മുൻനിർത്തിയിട്ടുള്ള കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയുന്നതിന് ഉത്തമനായിട്ടുള്ള ഒരു ജ്യോതിഷനെ സമീപിച്ച് 2026 വർഷത്തിലെ സൂക്ഷ്മമായിട്ടുള്ള വിശകലനങ്ങളെ മനസ്സിലാക്കാവുന്നതാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പൊ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദന മഠം. നമസ്തേ.